കതിരണിഞ്ഞ് പൊന്നിൻ നിറം ചാർത്തി തിളങ്ങി നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഉൾപ്പെടെ 6 മുതൽ 10 ഏക്കർ വരെയുള്ള 5 പ്ലോട്ടുകളിൽ 38 ഏക്കറിൽ നിറഞ്ഞൊഴുകുന്ന ഹരിതസമൃദ്ധി. തെങ്ങ്, കവുങ്ങ്, പേര, മാവ്, പ്ലാവ്, ഡ്രാഗൺ ഫ്രൂട്ട്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, പൈനാപ്പിൾ, 50-ലേറെ വിദേശ ഇനം പഴങ്ങളും ഔഷധസസ്യങ്ങളും തുടങ്ങി ഈ കൃഷിഭൂമിയിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. ഒരിഞ്ച് ഭൂമി പോലും തരിശിടാതെ തൊട്ടതെല്ലാം പൊന്നാക്കിയ കർഷകൻ. സംസ്ഥാന സർക്കാർ 2024 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് ഈ വർഷം ചെന്നെത്തിയത് പാലക്കാട് നല്ലേപ്പിള്ളി പഞ്ചായത്തിലെ ഈ കൃഷിയിടത്തിലേക്കാണ്. കൃഷിയുടെ തനിമയും തെളിമയും നിറഞ്ഞു നിൽക്കുന്ന 74-കാരനായ കർഷക ശ്രേഷ്ഠനായ സ്കറിയാപിള്ളയാണ് ഈ കൃഷിയിടത്തിന്റെ ഉടമ. 38 ഏക്കർ വിസ്തൃതിയുള്ള കൃഷിയിടം ഒറ്റ ദിവസം കൊണ്ട് ആർക്കും കണ്ടു തീർക്കാനാവില്ല. കാർഷിക മേഖലയിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഉതകുന്നതും എന്നും വരുമാനം നൽകുന്ന രീതിയിലുമുള്ള ഫാമാണ് ഇദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം തനിമ ഫാം എന്ന ഫാം ടൂറിസം സംരംഭം കൂടി ഇതോടൊപ്പം കോർത്തിണക്കിയിട്ടുണ്ട്. എല്ലാത്തിനും സഹായമായി കൃഷിഭവനും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതികളും ഒപ്പമുണ്ട്. കറിയാപ്പിള്ള ചേട്ടൻ ഫാം ടൂറിസത്തിലൂടെ കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിനൊരു മികച്ച ഉദാഹരണമാണ്. അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ഏകദേശം 60 വർഷത്തോളമായി കാർഷിക മേഖലയിൽ കർമ്മനിരതനായി തുടരുകയാണ്. നല്ലേപ്പിള്ളിയിൽ 5 മുതൽ 10 ഏക്കർ വരെയുള്ള 5 പ്ലോട്ടുകളിലായിട്ടാണ് അദ്ദേഹത്തിന്റെ കൃഷി. പ്രധാന വിളകൾ തെങ്ങ്, കവുങ്ങ്, മാവ്, ജാതി, പേര, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങി 50-ലേറെ വിദേശീനം പഴങ്ങളും പച്ചക്കറികൾ, ഇഞ്ചി, മഞ്ഞൾ മുതലായവയെല്ലാം കൃഷി ചെയ്ത് വരുന്നുണ്ട്. അതുകൂടാതെ അനുബന്ധ മേഖലകളിലായി പശു വളർത്തൽ, കോഴി വളർത്തൽ, ആട് വളർത്തൽ, മത്സ്യകൃഷി, തേനീച്ച, കൂൺ കൃഷി തുടങ്ങിയവയും ചെയ്തു വരുന്നു. കൂടാതെ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് എന്നിവയുമുണ്ട്. പിന്നെ കാർബൺ ന്യൂട്രൽ കൃഷിരീതിയുടെ ഭാഗമായി മിയാവാക്കി ഗാർഡൻ, ടിംബർ ഗാർഡൻ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ഈ ഒരു ഫാമിൽ കാണാനാവും. ഒരു സംയോജിത സമ്മിശ്ര കൃഷിത്തോട്ടം ശാസ്ത്രീയമായും അതിമനോഹരമായും എങ്ങനെ ഒരുക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഫാം. പ്ലോട്ടുകളായി സജ്ജമാക്കിയ കൃഷിയിടങ്ങളിൽ ചാലുകൾക്ക് ഇരുവശങ്ങളിലുമായി വരികളിൽ ഒരേ അകലത്തിൽ നട്ടിരിക്കുന്ന കവുങ്ങുകൾ, ചുവട്ടിൽ നിശ്ചിത അകലത്തിൽ കരിമഞ്ഞൾ കൃഷി, കൂടാതെ വശങ്ങളിൽ ചേനയും പൈനാപ്പിളും. ഇവിടുത്തെ പ്രധാന ആകർഷണം മധുരം ചൊരിയുന്ന ഫലവൃക്ഷങ്ങൾ തന്നെയാണ്. ഡ്രാഗൺ ഫ്രൂട്ട്, മാവ്, പ്ലാവ്, സപ്പോട്ട തുടങ്ങി എണ്ണിയാൽ തീരാത്ത പഴച്ചെടികൾ. ഓരോ തോട്ടങ്ങൾക്ക് മുൻപിലും അവിടെയുള്ള വിവിധ ഫലവർഗ്ഗങ്ങളുടെ പേരും അവയുടെ ഉദ്ഭവസ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളും ഇങ്ങനെ സന്ദർശകർക്കായി സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് വീന്ന സൂപ്പർലിയാണ്. വെച്ചാൽ പിറ്റേ വർഷം തൊട്ട് കായ്ക്കും. എല്ലാ സീസണിലും ചക്കയുണ്ടാവും. ആയുസ് കുറവാണ്. കൂടുതൽ അകലം വേണ്ട. ഒരു 12 അടി അടച്ചു വെച്ചാൽ മതി. ഇത് അൽഫോൺസ മാവാണ്. അൽഫോൺസ വിദേശ കയറ്റുമതിയുള്ള മാങ്ങയാണ്. ഈ ഹോം ഗ്രോൺകാരുടെ പ്ലാവാണ്. കുരുവില്ലാത്ത പ്ലാവാണ്. തൊണ്ട് മാത്രം ചെയ്തിട്ട് പൈനാപ്പിൾ മതി മുറിച്ച് കഴിക്കാവുന്ന സാധനം. ഇത് ഇമാം ബസന്താണ്. അൺസീസണിൽ പൂത്തിരിക്കുന്നതാണ്. അൺസീസണിൽ കേരളത്തിലെ മാങ്ങയിൽ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങ ഇതാണ് ഇമാം ബസന്ത്.
നമുക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ കൊള്ളും. ഒരു മാങ്ങ 2 മാങ്ങ ഉണ്ടെങ്കിൽ ശരാശരി 1 കിലോ വരും. 1 കിലോ വരെ വരുന്ന മാങ്ങ ഇതിലുണ്ടാവും അപൂർവമായിട്ട്. ഓരോ പഴച്ചെടികളുടെയും ഒരിനം മാത്രമല്ല, ഒന്നിലധികം ഇനങ്ങളാണ് ഇവിടെ പരിപാലിക്കുന്നത്. നോക്കൂ, മാവുകളുടെയും പ്ലാവുകളുടെയും തോട്ടം എത്ര സുന്ദരമായാണ് പരിപാലിച്ചിരിക്കുന്നതെന്ന്. അടുത്ത വേനലിന് മധുരം വിളമ്പാൻ പൂത്തു തളിർത്തു നിൽക്കുകയാണ് ഇവിടുത്തെ മാവുകളും പ്ലാവുകളും. ഇവയുടെ പരിപാലനത്തിലും സ്കറിയാപ്പിള്ള അതീവ ശ്രദ്ധയാണ് പുലർത്തുന്നത്. കൃഷിക്കാവശ്യമായിട്ടുള്ള വളം ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. എത്ര അടുക്കും ചിട്ടയോടെയുമാണ് ഇവിടെ ഡ്രാഗൺ പഴച്ചെടികൾ വളരുന്നത്. 2022 ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി തുടങ്ങിയത്. എനിക്ക് 800 പോസ്റ്റ് ഉണ്ട്, 3200 ചെടിയുണ്ട്. ഒരു പോസ്റ്റ് 4 വെച്ച്. ചെടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ശുശ്രൂഷിക്കുകയാണെങ്കിൽ ആദ്യ വർഷം തന്നെ 90% കാവലത്തിൽ വരും. ജലസേചന സൗകര്യം നമ്മൾ ടാപ്പ് ഇറിഗേഷനാണ് കൊടുക്കുന്നത്. മുഖ്യമായ വളം കോഴിവളമാണ്. കോഴിവളം, ആട്ടുംകാട്ടൻ, ചാണകം, പിന്നെ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്കും ചാണകത്തിന് സെലറി കൊടുക്കാറുണ്ട്. ഇത് പൂ വിട്ട് കഴിഞ്ഞാൽ 29-ാം പക്കം നമുക്ക് കാ പറിക്കാം. എല്ലാ വർഷവും മെയ് തൊട്ട് നവംബർ 30 വരെയാണ് ഇതിൻ്റെ നമുക്ക് വളം കണ്ടു തരുന്ന സമയം. ഈ കൊല്ലം എന്തോ 1 മാസം മുമ്പേ തുടങ്ങി, ഏപ്രിലിൽ തുടങ്ങി. മാർക്കറ്റിംഗ് എനിക്ക് ടൂറിസത്തിലേക്ക് ഡെയിലി 100 കിലോ വേണ്ടി വരും. ബാക്കിയുള്ളത് നമ്മൾ ഈ റോഡ് സൈഡിൽ തന്നെ പാർട്ടി ഹൈവേ ആയതുകൊണ്ട് ഇവിടെ തന്നെ വിൽക്കാൻ പറ്റില്ല. 100 കിലോ ഇവിടെ ഡെയിലി. പിന്നെ ഇതിൻ്റെ കാവലെടുത്തു കഴിഞ്ഞാൽ ഡിസംബർ മാസത്തിലെല്ലാം കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരടി നീളത്തിൽ തൈ കണ്ടിച്ച് നമ്മൾ പായി വെച്ച് തൈകളായിട്ട് കൊടുക്കും. ഒരടിക്ക് 30 റുപ്യ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ കിട്ടുന്ന സമയം നമ്മൾ ജാമാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ടൂറിസത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അക്കാക്കിരൻ പേരയും ഇതും കൂടെ ചേർത്താണ് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി വഴി മാവ് പുനരുജ്ജീവനത്തിനും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കുമുള്ള സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. അവിടെ ഒട്ടനവധി ഫ്രൂട്ട്സിന്റെ കളക്ഷൻസ്, കൾട്ടിവേഷൻ നടക്കുന്നുണ്ട് വിവിധ ഭാഗങ്ങളിലായിട്ട്. ചിറ്റൂർ ബ്ലോക്കിലാണ് മെയിനായിട്ട് അവരുടെ എല്ലാ പ്ലോട്ടുകളും ഉള്ളത്. 2022-23 സാമ്പത്തിക വർഷം മുതൽ നമുക്ക് അവർക്ക് ധനസഹായം നൽകാൻ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതികൾ മുഖാന്തരം കഴിഞ്ഞിട്ടുണ്ട്. എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ വലിയൊരു ബൃഹത്തായ കലവറയാണ് അവരുടെ മിക്ക ഫാമുകളും. അതിലിപ്പോൾ ഫാം ടൂറിസം കൂടെ, കോവിഡിന് ശേഷം ഫാം ടൂറിസം ഡെവലപ്പ്, തനിമ ഫാം എന്ന് പറയുന്ന ഒരു ഫാം ടൂറിസം കൂടെ ഇവിടെ നല്ലേപ്പള്ളി അവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിലും. അത് വരും കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള അപ്ഡേഷനോടുകൂടി തന്നെ അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു വലിയൊരു സംരംഭം എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ, കുടുംബത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് കൃഷി വകുപ്പിന്റെയും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും ഗവൺമെന്റിന്റെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ട്. ഫാം ടൂറിസത്തിന് പ്രാധാന്യം നൽകി വിനോദവും വിജ്ഞാനവും ഗ്രാമീണാനുഭവവും ഒത്തുചേർന്ന കാർഷിക വിനോദസഞ്ചാര കേന്ദ്രമായ തനിമ ഫാമാണ് ഈ കൃഷിത്തോട്ടത്തിന്റെ ഹൈലൈറ്റ്. പല വർണ്ണങ്ങളിലുള്ള ബൊഗെയിൻവില്ല ചെടികളാൽ നമ്മെ വരവേൽക്കുന്ന തനിമ ഫാം ജീവൻ തുടിക്കുന്ന, പ്രകൃതിയോടിണങ്ങിയ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന കൗതുക ലോകമാണ്. ഒപ്പം ആഹ്ലാദവും ആവേശവും പകരുന്ന ഉല്ലാസ പ്രവർത്തനങ്ങളും ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു.
വിളകൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉത്പന്നങ്ങൾ ഉണ്ടാക്കി തനിമ ഫാമിലൂടെ വിൽപ്പന നടത്തിയും സന്ദർശകർക്ക് ഭക്ഷണമൊരുക്കിയും സാമ്പത്തിക നേട്ടമുണ്ടാക്കി മുന്നേറുകയാണ് ഇദ്ദേഹം. ബട്ടർഫ്ലൈ ഗാർഡനും മുളകൊണ്ട് തീർത്ത ഏറുമാടവും കല്ലിൽ പണിത ഇരിപ്പിടങ്ങളും പലകകളിൽ തൂക്കിയിട്ട ഉദ്ധരണികളും തനിമയുടെ മനോഹാരിതകളാണ്. ഓരോ പ്ലോട്ടിലും ഒരുക്കിയിരിക്കുന്ന കുളങ്ങളാണ് മറ്റൊരു ആകർഷണം. ഗൗരാമിയും ഗ്രാസ് കാർപ്പും ഹൈബ്രിഡ് തിലാപ്പിയയും അസം വാളയും ബ്രാലും മൂഷിയുമെല്ലാം കുളത്തിൽ നീന്തി തുടിക്കുന്നു. കൂടാതെ ബോട്ടിങ്ങിനും ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 2004 കർഷകശ്രീ അവാർഡ്, 2006 സംയോജിത കൃഷിക്കുള്ള MS സ്വാമിനാഥൻ അവാർഡ്, 2022 ജൈവ വൈവിധ്യത്തിനുള്ള അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രമുഖ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞയും എഴുത്തുകാരിയും പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്ന ബർബറ വാർഡിന്റെ ഗതകാല തലമുറകളിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ചതല്ല, വരുംകാല തലമുറകളിൽ നിന്ന് കടം വാങ്ങിയതാണ് ഈ ഭൂമി എന്ന വരികൾ ആലേഖനം ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഈ വരികളിലൂടെ വലിയൊരു സന്ദേശമാണ് തനിമ ഫാം സന്ദർശിക്കുന്ന ഓരോ സന്ദർശകരെയും സ്കറിയാപിള്ള ഉദ്ബോധിപ്പിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രകൃതിയും ഭൂമിയും കഴിഞ്ഞ തലമുറകളിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ചതല്ല, മറിച്ച് ഈ പ്രകൃതിയും ഭൂമിയും നശിപ്പിക്കാതെ സംരക്ഷിച്ച് നിലനിർത്തി വരും തലമുറയ്ക്ക് തിരിച്ചു നൽകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സ്കറിയാപിള്ള തന്റെ തനിമ ഫാമിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഈ വരികൾ അന്വർത്ഥമാക്കുകയാണ്, നമുക്കേവർക്കും മാതൃകയായി. കൂടുതൽ വിവരങ്ങൾക്ക് സ്കറിയാപിള്ള 9388191592